ഒരു പൊതുവിഷയത്തിൽ ടി വാസുദേവൻ നായർ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം എന്നുള്ള നിലയിൽ എല്ലാവർക്കും ആത്മവിമർശനം നടത്താനുള്ള ചേരുവകൾ ഇതിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മാധവൻ അടക്കമുള്ളവർ വിലയിരുത്തിയിട്ടുള്ളത്. മാധവൻ കുറച്ചുകൂടി ഇടതുപക്ഷത്തിന് നേരെയുള്ള വിമർശനം എന്നുള്ള നിലയിലാണ് ഇതിനെ വിലയിരുത്തിയിട്ടുള്ളത്. സാറ ടീച്ചറാണ്, ഒരു പൊതു പ്രശ്നമാണ്, പൊതുവിഷയമാണ്, ആ നിലയിൽ എല്ലാവരും ആത്മവിമർശനം നടത്തണം എന്ന നിലപാട് ഉന്നയിച്ചിട്ടുണ്ട്. സച്ചിദാനന്ദനുമാണ് നിലപാട്. സച്ചിദാനന്ദനൊക്കെ കുറച്ചുകൂടി പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് അല്ലേ ആ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് സാധ്യമാണ്. നോക്കൂ, ടി ലോകരാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും അതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയവും ഒക്കെ വളരെ ഗൗരവമായി വിലയിരുത്തുന്ന ജ്ഞാനപീഠമാണ്. ടി വാസുദേവൻ നായരെ സംബന്ധിച്ചിടത്തോളം ടി വാസുദേവൻ നായർ ഒരു നിരീക്ഷണം നടത്തിയപ്പോൾ അത് കേരളത്തിൽ ആളിക്കത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലേ. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ടിയിൽ എത്ര കണ്ട് ആളുകൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സഹയാത്രികരായ എഴുത്തുകാർ എത്ര കണ്ട് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു നേർക്കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഇന്ന് കണ്ടിട്ടുള്ളത്. എല്ലാവരും പ്രതികരിക്കുന്നു, ഏതാണ്ട് എല്ലാവരും അക്കാര്യത്തിൽ പ്രതികരിക്കുന്നു. സാധാരണ ഇതിൽ മൈക്കിന് മുമ്പിൽ വരാത്ത ആളാണ് മാധവനൊക്കെ തന്നെയും. ഞാൻ പല ഘട്ടങ്ങളിലും ഒരു ടെലിവിഷൻ ചർച്ചകൾക്കൊക്കെ വിളിച്ചിട്ടുള്ള ആളാണ് മാധവൻ. പക്ഷേ മാധവൻ അത് എൻ്റെ ഏരിയ അല്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാധവനൊക്കെ ഇക്കാര്യത്തിൽ അത് കോൺഗ്രസിനെതിരെയല്ല, BJPക്കെതിരെയല്ല, അത് ഇടതുപക്ഷത്തിനെതിരെയാണ് എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മവിമർശനത്തിനുള്ള സാധ്യതയായി ഇടതുപക്ഷം കാണണം എന്നൊക്കെ പറയുന്നു. സാർ ടീച്ചർ പറയുന്നത് ഇത് യോഗി ആദിത്യനാഥ്, അരവിന്ദ് കെജ്രിവാൾ, സ്റ്റാലിൻ, പിണറായി വിജയൻ, നരേന്ദ്രമോദി ഇവർക്കൊക്കെയുള്ള വിമർശനമാണ്. അതുകൊണ്ടൊരു എല്ലാ അർത്ഥത്തിലും ഇവരൊക്കെ ഇത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലതാണ്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള നിരീക്ഷണമാണ് യഥാർത്ഥത്തിൽ ടി വാസുദേവൻ നായരുടെ. സക്കറിയ സാറും ഏതാണ്ട് സമാനമായ നിലപാട് പറഞ്ഞു. ഒരു വീരാരാധന നടത്തുന്ന മണ്ടന്മാരുടെ സമൂഹമല്ല. ഞാൻ ആ റിയാക്ഷൻ്റെ മുഴുവൻ വെർബാറ്റിനിലേക്കും പോകുന്നില്ല. പക്ഷെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ടി വാസുദേവൻ നായർ ഇന്നലെ നടത്തിയ പ്രസംഗം യഥാർത്ഥത്തിൽ ഒരു ആളിക്കത്തലിൻ്റെ രൂപത്തിലേക്ക് ഇന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ അത് എല്ലാവരും ആത്മപരിശോധന നടത്തേണ്ട എല്ലാവരും നടത്തണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട്. നോക്കൂ, ടിയെ മനസ്സിലാക്കുന്നതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ ടി ഉൾക്കൊള്ളുന്ന എല്ലാ തരം ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ വിമർശനമാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ആ കാര്യത്തിൽ സ്വാഭാവികമായും നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന ആർക്കെങ്കിലുമോ അതിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് അത് ടിയുടെ പ്രസംഗത്തെക്കാൾ ഉപരിയായി ആ പ്രസംഗത്തിന് ഉണ്ടായിട്ടുള്ള ഒരു പ്രതികരണങ്ങളാണ് എന്നെ ഒരുപക്ഷെ ആവേശഭരിതനാക്കുന്നത്. ഇത്രയും ചടുലമായിട്ടുള്ള, ഇത്രയും എന്താ പറയേണ്ടത്, ഊർജ്ജമുള്ളൊരു ജനാധിപത്യ സംസ്കാരത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് എന്നെ ആവേശഭരിതനാക്കുന്നു എന്നാണ് തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. Meet the editors.